ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മൾ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ടിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. നമുക്ക് 2-3 കുറച്ച് പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കാം. We have a problem here. The 3 resistors of 3, 5 and 10 ohm are connected in series. ഓക്കെ, സീരീസ് കണക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, സീരീസ് കണക്ഷൻ ആണ്. ഫൈൻഡ് ദ ഈക്വലൻസ് റെസിസ്റ്റൻസ് ഓഫ് ദ സിസ്റ്റം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് എത്ര റെസിസ്റ്റൻസ് തന്നു? സീരീസ് കണക്ഷൻ ആണ് അല്ലെ. അപ്പൊ സീരീസ് കണക്ഷൻ നമുക്ക് വരച്ചാലോ? ജസ്റ്റ് നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. യെസ്, നമ്മൾ വരച്ചു. ദിസ് ഈസ് ദ ആക്ച്വൽ റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. നോക്കുക, 3, 5 and 10. നമുക്ക് അതിന് ഈക്വലന്റ് റെസിസ്റ്റൻസ് വരയ്ക്കണം. എങ്ങനെയാണ് ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? ദിസ് ഈസ് ദ സർക്യൂട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ ഈക്വലന്റ് സർക്യൂട്ട്? നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഫോർ ദ സീരീസ് R is equal to R1 plus R2 plus R3 ആണല്ലോ, നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സോ വാട്ട് ഇസ് R1? R1 ഇവിടെ എത്രയാണ്? 3 പ്ലസ് R2 എത്രയാ മക്കളെ? വാല്യൂ 5 ohm and R3 that is 10 ohm. What will be the answer? 3 plus 5 is 8. 8 plus 10 that is 18 ohm. What is the R total or the total resistance or the effective resistance will be 18 ohm. Okay, R total will be, നമ്മുടെ R total എത്രയാണ്? 18 ohm ആയിരിക്കും. വെരി സിമ്പിൾ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ ഡ്രോ ചെയ്തു, സർക്യൂട്ട് വരച്ചു, ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ യൂണിറ്റ് ഇടാൻ മറക്കരുത്, മാർക്ക് പോകും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ദിസ് ഈസ് ദ സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷന്റെ ക്വസ്റ്റൻ ആണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സി, വി ഹാവ് another question, right? We have another question. So നോക്കുക, എക്സാമ്പിൾ 2. 3 resistance of 2, 2 and 4 ohms are connected in parallel. Parallel ആണ്, ശ്രദ്ധിക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. Find the equivalent resistance for the system. ഇവിടെയും equivalent resistance ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആരുടെയാണ്? പാരലൽ. അപ്പൊ നമുക്കൊന്ന് പാരലൽ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഓക്കെ, പാരലൽ സർക്യൂട്ട് നമുക്കൊന്ന് വരയ്ക്കാം. Okay, this is the parallel circuit. Okay, what is the first resistor? 2 ohm, 2 ohm, then 4 ohm. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റർ, ഈക്വലന്റ് റെസിസ്റ്റർ എത്രയാണെന്ന് നമ്മൾ വരയ്ക്കണം. Okay, what is the equation for a parallel combination? Parallel combinationലുള്ള equation എന്താണ്? അല്ലെങ്കിൽ effective resistanceന് വേണ്ടിയിട്ടുള്ള equation എന്തായിരുന്നു? That is 1 by R is equal to, yes, 1 by R1 plus 1 by R2 plus 1 by R3. സംശയമുണ്ടോ? ഇല്ല. What is the first resistor? R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്താണ്? 1 by 2 plus 1 by 2 plus 1 by 4 ആണല്ലോ. യെസ്, 1 by 2 plus 1 by 2, 2 plus 2 by 4 that is equal to 4 by 4 that is equal to 1 ആണല്ലോ അല്ലെ. യെസ്, okay, that is equal to 1 plus 1 by 4. എത്രയാ വരിക മക്കളെ? 1 plus 1 by 4, 4 plus 1, 5.
that will be 5/4. 5/4 ആണ് എന്ത് വരിക? 5/4 will be 1/r. 1/r ആണ് എന്ത്? 5/4 വരിക. എല്ലാവർക്കും തരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 1/4 is equal to 5/4. So the effective resistance will be 5/4 എന്ന് എഴുതും. പക്ഷെ എഴുതരുത്, തെറ്റാണ്. എങ്ങനെയാണ്? R is equal to 4/5. 1/r ആണ് 5/4 കിട്ടിയിരിക്കുന്നത്. R എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/5 ohm. Okay, so total resistor എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/5. ഇവിടെ എഴുതി വെക്കുക 4/5 എന്ന് എഴുതുക. ഓർ നിങ്ങൾ അത് ഡെസിമൽ രീതിയിൽ എഴുതിയാലും എങ്ങനെ എഴുതിയാലും ശരിയായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. 4/5 ഓം എന്ന രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. വെരി സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇങ്ങനെ വേണം നമ്മൾ എന്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ എല്ലാവരും ഇത് വരയ്ക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കൃത്യമായിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഈക്വലന്റ് റെസിസ്റ്റർ സർക്യൂട്ടും കൃത്യമായി നീറ്റായിട്ട് ഡയഗ്രാംസ് വരയ്ക്കുക. ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോൾ വളരെ നീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ എഴുതുന്നതൊക്കെ കുറച്ച് നീറ്റിലും ഒരു രീതിയിലും എഴുതുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ചെയ്യും. സോ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സി, നിങ്ങൾക്കൊരു ഡയഗ്രാം തന്നിരിക്കുകയാണ്. ഇപ്പോ ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ് ആണ്. ഇവിടെ നമുക്ക് പാരലൽ സർക്യൂട്ടും ആയിട്ട് ഉള്ളുണ്ട് ആൻഡ് സീരീസ് സർക്യൂട്ടും. ശ്രദ്ധിച്ചു നോക്കുക. ദിസ് ഇസ് എ ബാറ്ററി, 30 വോൾട്ട് ഉള്ള ഒരു ബാറ്ററിയാണ്. ദിസ് ഇസ് എ റെസിസ്റ്റർ 20 ohm and this is another resistor 20 ohm and this is a resistor 5 ohm. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത് പാരലൽ സർക്യൂട്ട് അല്ലേ? ആണ്. ഇതെന്ന് പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റെസിസ്റ്റർ ആണ്. അപ്പൊ ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഈ രണ്ട് റെസിസ്റ്ററിനെ നമ്മൾ ഈക്വലന്റ് സർക്യൂട്ടിൽ ഈക്വലന്റ് ആയിട്ട് മാറ്റുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. വെരി സിമ്പിൾ. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ടെണ്ണം ഇങ്ങനെ നമുക്കിത് പാരലൽ ആയിട്ടാണല്ലേ ഉള്ളത്. ഒന്നിന് താഴെയായിട്ട് മറ്റൊന്ന്, അല്ലെങ്കിൽ ഒന്നിന് ഇങ്ങനെയായിട്ട് നമ്മൾ ഇതാ ജോയിന്റ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ജോയിന്റ് വരുന്നതൊക്കെ പാരലൽ സർക്യൂട്ട് ആയിരിക്കും. നോക്കുക, കറണ്ട് വരുന്നു, ഇതിലൂടെ കറണ്ട് വന്നു, ഇവിടെ എത്തുന്നു, കറണ്ട് സ്പ്ലിറ്റ് ആയി അല്ലെ. ഇതിലൂടെയും ഒഴുകുന്നുണ്ട്, ഇതിലൂടെയും കറണ്ട് ഒഴുകുന്നുണ്ട്. കറണ്ട് ഒഴുകി ലാസ്റ്റ് എവിടെ എത്തുന്നു? ഇവിടെ എത്തുന്നു. ഇവിടുന്നും ഒഴുകി ഇവിടെ എത്തുന്നു, ലാസ്റ്റ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോ ഇങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഉറപ്പിക്കുക. ദാറ്റ് ഇസ് എ പാരലൽ സർക്യൂട്ട്. അപ്പൊ ഈ രണ്ട് പാരലൽ സർക്യൂട്ടിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എനിക്ക് കിട്ടണം. ദാറ്റ് മീൻ ഈ രണ്ടെണ്ണത്തിന് പകരം ഞാൻ ഇവിടെ ഒരെണ്ണമാക്കി മാറ്റാൻ പോവാണ്. ഈ രണ്ട് റെസിസ്റ്ററിന് പകരം ഞാൻ ഒറ്റ റെസിസ്റ്റർ ആക്കിയിട്ട് ഈ ഭാഗത്ത് വെക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. സി, ഇതിനെ ഞാനൊന്ന് ചെറുതാക്കി വരയ്ക്കാൻ പോവുകയാണ്. ദിസ് ഇസ് എ 30 ohm. യെസ്, ഓക്കെ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫിഗർ. ഇതാണല്ലോ നമ്മുടെ ഫിഗർ. ഈ ഫിഗറിൽ നമുക്ക് 30 വോൾട്ട് ഉണ്ട് ആൻഡ് ദിസ് ഈസ് 20 ohm. This is 20 ohm and this is 20 ohm and this one is 5 ohm. ഓക്കെ, ഈ രണ്ട് 20 ohm ഉള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് ഇസ് ദ ഫസ്റ്റ് വൺ. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് ചെറുതാക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു സിംഗിൾ സർക്യൂട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഒരു സിംഗിൾ സർക്യൂട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഈ രണ്ടെണ്ണത്തിന് പകരം ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു സിംഗിൾ സർക്യൂട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ദിസ് ഇസ് എ പാരലൽ സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/R is equal to 1/R1 plus 1/R2.
സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. 1/R1 എത്രയാണ്? 1/20 plus 1/20. That will be 2/20. 2/20 എന്ന് പറയുന്നത് എത്രയാ മക്കളെ? That will be 1/10. 1/R ആണ് 1/10. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. നോക്കുക 1/R is equal to 1/R1 plus 1/R2. ഓക്കെ, 1/R1 എന്ന് പറയുന്നത് 20 ആണ്, ഇതും 20 ആണ്. 1/20 plus 1/20, 2 plus 20 ആണ് വരിക. 2/20 ആണ്. 2/20 ഞാൻ കട്ട് ചെയ്ത് 1/10 ആക്കി. അത് 1/R ആണ് 1/10. സോ R will be 10. അപ്പോ എനിക്ക് ഈക്വലന്റ് സർക്യൂട്ട് കിട്ടി, ഈക്വലന്റ് റെസിസ്റ്റർ കിട്ടി 10 ohm. കിട്ടിയല്ലോ. ഞാനിപ്പോ ഇതിനെ എന്താക്കി മാറ്റി? ഈ ഒരു ഇതാക്കി മാറ്റി, 10 ohm എന്ന് കിട്ടി. ഇനി നോക്കുക, ഇപ്പോ എന്റെ സർക്യൂട്ട് ഏത് സീരീസ്, ഏത് കോമ്പിനേഷൻ ആയിട്ട് മാറി? സീരീസ് കോമ്പിനേഷൻ ആയിട്ട് മാറി. അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടല്ലോ? ഒരു സീരീസ് കോമ്പിനേഷൻ ആയിട്ട് മാറിയത് കാണുന്നുണ്ടോ? ഇല്ലേ? സീരീസ് കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ? ഒരു സീരീസ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സീരീസിനെ നമുക്ക് എന്ത് ചെയ്യണം? എനിക്ക് സിമ്പിൾ ആയിട്ട് മാറ്റണം. സീരീസിനെ എനിക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ സർക്യൂട്ട് ആയിട്ട് മാറ്റണം. എനിക്ക് ഇതേപോലെ തന്നെ കിട്ടണം. എങ്ങനെയാ കിട്ടേണ്ടത്? 30 വോൾട്ട്, ഇവിടെയും 30 വോൾട്ട് ആണ്. ഇവിടെ എത്രയാ നമുക്ക് നോക്കാം. ഇവിടെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് ചെയ്യാം? വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? ഇതൊരു സീരീസ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷൻ? R is equal to R1 plus R2 plus R3 എന്താണ് നമ്മുടെ ഇക്വേഷൻ? സോ R is equal to R1 plus R2. R is equal to R1 plus R2. So what will be 10 plus 5? That will be 15 ohm. എന്റെ ടോട്ടൽ റെസിസ്റ്റർ എന്തായിരിക്കും? ഈ ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റർ എന്ന് പറയുന്നത് 15 ohm ആണ്. ക്ലിയർ ആണോ? അപ്പൊ നോക്കുക, ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനെ ഞാൻ ഇങ്ങനെയാക്കി മാറ്റി. ആ സർക്യൂട്ടിനെ ഞാൻ പിന്നെയും സിംപ്ലിഫൈ ചെയ്ത് ഒരു ഒറ്റ സിംഗിൾ റെസിസ്റ്റർ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ നോക്കുക, 3 റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ടിനെ ഞാൻ 2 റെസിസ്റ്റർ ആക്കി മാറ്റി. അപ്പൊ അവസാനം നമുക്ക് ഒരു ഒറ്റ റെസിസ്റ്റർ മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ടില് ഒരു ഒറ്റ റെസിസ്റ്റർ എന്ന രീതിയിലേക്ക് മാറ്റി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഈക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ദിസ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റർ എത്രയാണ്? 15 ohm. ക്ലിയർ ആണോ? അപ്പൊ പാരലൽ ഉണ്ടാകാം, സീരീസ് ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. നമ്മൾ അതിനെന്ത് ചെയ്യുക? അനുയോജ്യമായ രീതിയിൽ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ അവസാനം ഇക്വേഷനിലേക്ക് എത്തുന്നു. സോ ദ ടോട്ടൽ റെസിസ്റ്റർ ഓഫ് ദിസ് സർക്യൂട്ട് വിൽ ബി 15 ohm. 15 ohm ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്താൽ മാത്രമേ പഠിക്കുള്ളൂ. സോ സ്റ്റേ ട്യൂൺ.